മുകുന്ദനെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി. അതൊരു രാഷ്ട്രീയ പതനമായി. ഈ വീഴ്ചയിൽ നിന്ന് സഖാവിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ആരാധകരെയും അണികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആക്രമിക്കപ്പെടുന്നത്. ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്താ ഇനിയും നമ്മൾ ന്യൂസ് ഹോൾഡ് ചെയ്യണോ? അതാ ഞങ്ങളും ആലോചിക്കുന്നത്. We are waiting for your decision. Medias are also waiting. ആ സഖാവേ, അതെയാ, അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. ഞാനും കണ്ടു. നമ്മളെക്കാളും നിശ്ചയം അവർക്കാണല്ലോ. അതെയാ, എന്നാ പിന്നെ അങ്ങനെ മതി, ഞാൻ സംസാരിക്കാം. ശരിയുണ്ട്, ഞാനിവിടെ ഉണ്ട്. സാർ, സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട്. ഞാൻ വിളിക്കാം. മീഡിയയ്ക്കും സ്റ്റാഫിനുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ കൊടുക്കണ്ട, പി ആർ എന്നോട് പറഞ്ഞേക്കും. അപ്പോൾ അത് തന്നെയാ തീരുമാനം. ഹോൾഡ് ചെയ്യാം. സംസ്ഥാനത്ത് ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത്. അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ജില്ലാ സെക്രട്ടറി NV ഗോപിനാഥ് നയിക്കുന്ന സമാധാന സന്ദേശ യാത്രയിൽ ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗൺമാൻ അടക്കമുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയല്ലേ? ആഭ്യന്തര വകുപ്പും സർക്കാരുമല്ലേ പ്രതിക്കൂട്ടിൽ? പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും. കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും. ഗൺമാൻ അടക്കമുള്ളവരിൽ കൃത്യവിലോപം വന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും. ഈ കൃത്യവിലോപം എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി പെട്ടെന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സാറിന്റെ കാര്യം പോക്കാം. ഭായ്, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മുഖരക്ഷയ്ക്ക് ഒരു ബലിയാട് വേണ്ടേ? സസ്പെൻഷൻ ഉറപ്പാടും, ചിലപ്പോ ഡിസ്മിസലും. എൻക്വയറി റിപ്പോർട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഓൺലൈൻ ന്യൂസ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട്. എന്താ? അയാളങ്ങനെ തട്ടിപ്പോയാലോ? അല്ല, ഇതേതാ നാടെന്നറിയാലോ. ഇനി അയാൾ തിരിച്ചു വന്നാലോ? എനിക്ക് അയാൾ പണി തരാണ്ടിരിക്കോ? അല്ല, കുത്തികളെ ഞാൻ കണ്ടതല്ലേ, അത് പോയി പാർട്ടിക്കാരോടും പോലീസുകാരോടും പോയി പറഞ്ഞാലോ? ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇന്റെ ബോഡി പെട്ടെന്ന് ആലപ്പോയിലെത്തും. എടോ, ഇത് എത്രയോ കാലങ്ങളായിട്ട് ഈട് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം. അത് അവർ തമ്മിൽ കൊന്നു തീർത്തോളൂ. നീ ഓനെ കണ്ട്, ഓ ഇന്നെ കണ്ടില്ലല്ലോ, അതിന്റെ ഭാഗ്യ. നീ ഒരു ഉപകാരം ചെയ്യൂ, നീ ഒന്ന് മോള് പോയിട്ടിരിക്കെ, ഞാൻ പുറത്തു പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ചെല്ല്. ഇതെല്ലാം കൂടി മനുഷ്യന് തടയലായി. വരുന്നതാൻ കണ്ടിട്ടില്ലല്ലോ. അറിയില്ല. എടാ, നമ്മൾ കരുതും പോലെ നല്ല കാര്യങ്ങൾ മൂപ്പർ ഇന്നലെ അപകടം നല്ല തരണം ചെയ്തിനി. രഹസ്യമായിട്ട് അറിഞ്ഞതാ. ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിട്ടേ ന്യൂസ് പുറത്തു വിടാത്തതാ. തിരിച്ചടിക്കണ്ടേ? പോലീസ് മൂപ്പരെ മൊഴി എടുത്തിട്ടില്ല. DYSP പ്രേമേന്ദ്ര സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല. അപ്പൊ എന്താന്ന് വെച്ചാല്, മൊഴി എടുക്കുമ്പോ മൂപ്പർ ഇന്നെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടു. അതൊന്നും നടക്കൂല ബായ്. എങ്ങനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലെത്തി അയാളെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം പറഞ്ഞ കാര്യം. അയാൾക്ക് മനസ്സലിവാട്ടം തോന്നിയിട്ട് എനിക്ക് അനുകൂലമായിട്ട് മൊഴി പറഞ്ഞാ നീ രക്ഷപ്പെട്ടു. എന്താ? അയാൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. അതൊന്നും എനിക്കറിയില്ല. നിന്റെ മുന്നിൽ ഏക വൈപ്പതേ ഉള്ളൂ. വാ. EMS ഹോസ്പിറ്റലല്ലേ? ആര്? AKG അല്ലേ? ആ, തിരിഞ്ഞു പോയതാന്ന്. ആ, കയറി. കൊളാക്കാണ്ട കയറി. എന്നാലും നമ്മളെ സഖാവിന്റെ ഒരു അവസ്ഥയെ വല്ലാത്തൊരു വിധിയായി പോയില്ലേ. എന്താ, സഖാവിനെ കാണാൻ പോന്നെയാ? അല്ലപ്പാ, ആടെയാന്നല്ലോ അവിടെ ചോദിച്ചതാ. പിന്നെ നമ്മളെ സഖാവല്ലേ, ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു വിഷമവും.
ശരിക്കും ഇതൊക്കെ എന്തിനാന്ന് ആലോചിക്കുമ്പോഴാണ്. എന്താ മോന്റെ പേര്? വിഭീഷ് എന്നേനു മറ്റാർക്കോ വേണ്ടി വിഭീഷ് കൊടുക്കുക? വിഭീഷിന്റെ ജീവൻ വിഭീഷിന്റെ കൂട്ടുകാരൻ കൊടുക്കുക? ഇല്ല, സാധാരണ മനുഷ്യന്മാർക്ക് അത് കഴിയൂല. വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അവരത് ചെയ്യുന്നു. വേദനയും സഹിച്ച് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാണ്ട് ആ മനുഷ്യനാട് കിടക്കുന്നത് അയാൾക്കോ അയാളെ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല. ശത്രുക്കൾ കൊല്ലാൻ നോക്കിയതും അയാളുടെ വ്യക്തിവൈരാഗ്യം വെച്ചുമല്ലല്ലോ, ആണോ? ഇതെല്ലാം കൊണ്ട് തന്നെയാ നമ്മളവരെ സഖാക്കളി എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞൊന്നും കണ്ണൂരിന്റെ പുറത്തുള്ളവർക്ക് മനസ്സിലാണെന്നില്ല. അത് നിങ്ങളെ കുറ്റല്ല. അയ്യോ നമ്മൾ കണ്ണൂരാരാ ഇവനു അല്ലാടാ. ആ സത്യം. എന്നിട്ടാ EMS AKG മാറിപ്പോയേ. ഏതോ പാർട്ടി ഭ്രാന്തൻ. അത് പോട്ടെ, വാ. ഇതല്ലേ വഴി? എടാ മുമ്പിലൂടെ പോയാ പെടൂ. ഇന്നേരെ തിരിച്ചറിഞ്ഞ കുഴപ്പാ. നമുക്ക് ബാക്ക് വഴി പിടിക്കാം, വാ. നിന്ന് പരിങ്ങാടത്ത് വേഗം വാ. ഈ കുരുപ്പിനെ ഞാൻ തച്ചു കൊല്ലു. ഉയണ്ടമ്മേ വാ. ഒന്ന് വന്നൂട്. ചെല്ല് ചെല്ല്. ഒറ്റയ്ക്ക് പോണോ? വേണ്ട, പാനൂർ അങ്ങാടിത്തെ മുഴുവൻ ആൾക്കാരെയും കൂട്ടിക്കോ. ധൈര്യമായിട്ട് പോടോ. ഇതെന്ത് പേടിയാടാ എനിക്ക് പണ്ടാറടങ്ങേ. എനക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല, വാ. മഞ്ഞ കാണിച്ചാടോ. എന്തോട്ടാടോ? പ്രേമത്തെ അയ്യോ. എടാ ഓടുമ്പോ ഒരു വാക്ക് വന്നിട്ട് ഓടണ്ടേ? ആടെ CCTV ഉണ്ടായിരുന്നു. എവിടെ? എല്ലാം പോയില്ലേ? നമ്മൾ പെട്ട്. എടാ നീ കാണിക്കുന്ന വിഡിത്താണ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല വിഭീഷ് ഭായ്, എനിക്കിവിടെ നിൽക്കാൻ പേടിയാ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അടി കൊണ്ട് ജാവാൻ എനിക്ക് വയ്യ. എൻ്റെ സാധനങ്ങളെ ആ വാടക വീട്ടിലുള്ളത്, അത് പിന്നെ എടുക്കാം. നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ? ആ പെടുത്തി. എന്നിട്ട് ഇനി പോന്നാ? എടാ ഫേസ് ചെയ്യണം. പേടിച്ചോടെ ഇനി ഏടം വരെ ഓടൂ. ഇല്ല ഭായ്. സ്റ്റേഷനാ? സാർ, അതെ സാർ. ആ ഉണ്ട്. ഫോൺ ഐഡിയ ഓഫാ. അതെ സാർ, ഇവിടെ റേഞ്ച് ലേശം കുറവാ. ഓക്കെ സാർ, ഞാൻ പറഞ്ഞോളാം. ആരാ? CI നാളെ രാവിലെ 10 മണിക്ക് എന്നോട് SP ഓഫീസിൽ ഹാജരാവാൻ. എന്നാ ഇപ്പൊ ചെയ്യാ? എന്തായി? അവനെ കിട്ടിയോ? ഇല്ലമ്മേ, ഞാൻ വിഭീഷന്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചായിരുന്നു. ചേട്ടൻ അവിടെ ഉണ്ട്. ഞാൻ സംസാരിച്ചില്ല. ചേട്ടൻ നല്ല ടെൻഷനിലാ. ചിലപ്പോൾ ഇഷ്യൂ ജോലിയെ ബാധിക്കുന്നൊക്കെയാ പറയണേ.
മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ചായ? നോ സർ. അയ്യപ്പദാസ്. യെസ് സർ. താനിരിക്കുക. നിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു PR ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് നൗ ഐ ആം കൺഗ്രാലേറ്റിംഗ് യു. ഫോഴ്സിന് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട്. ഗുഡ്. ഇന്നലെ ഈവനിങ് സഖാവിൻ്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു. തൻ്റെ ഡ്യൂട്ടിയിലുള്ള എഫിഷ്യൻസിയിൽ അദ്ദേഹം വളരെ ഇംപ്രസ്ഡ് ആണ്. അക്രമികളെ ആരെങ്കിലും ദാസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഐ മീൻ, ഇനി കണ്ടാൽ തിരിച്ചറിയാവുന്ന വിധത്തിൽ അങ്ങനെ ആരെങ്കിലും? ഇല്ല സർ, അവർ മുഖം കവർ ചെയ്തിരുന്നു. യെസ്, നമുക്ക് ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള CCTV ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ജീപ്പിൻ്റെ നമ്പറും ഫേക്കാണ്. നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിലെ CCTV വർക്കിംഗ് അല്ല. ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അറ്റാക്കാണ്. സൈതാറ് പള്ളി കഴിഞ്ഞ് വണ്ടി മിസ്സാണ്. മാഹിയിലേക്ക് കടന്നിട്ടുണ്ടാവും. കേരള പോലീസിനോട് കയറാൻ പറ്റില്ലല്ലോ. പിന്നെ തലായി, ചാലിൽ, മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ്. അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം. ദാസന് മതി ഇനി അങ്ങോട്ടേക്കെന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ യെസ്, യു മേ ഗോ. വിശദമായി മൊഴിയെടുക്കാൻ ചിലപ്പോൾ ഞാൻ വിളിപ്പിച്ചേക്കും. സർ. ഹലോ. ആ, കണ്ടു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അത് ഡീൽ ചെയ്യാം. ഞാൻ വിളിക്കാം. നിന്റെ ടൈം പിന്നെ ബെസ്റ്റ് ടൈം ആണല്ലോ. മനുഷ്യൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നത് നിനക്ക് പോലും അറിയോ? ആരുടെ പറയാൻ പറ്റുമോ? ആരൊക്കെയോ ബോംബ് എറിയുന്നു, വെട്ടുന്നു, കുത്തുന്നു, ഓടുന്നു. നമ്മളിതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ കളിയാ. ഉറക്കം പോയടാ. നിന്നെ കുറച്ചും കൂടെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം പറയട്ടെ. കേട്ടാ നീ ചിരിച്ചാവും. എന്ത് കാര്യം? നിന്റെ മറ്റേ PSC കോച്ചിങ് കേസില്ലേ? ബസ് ശരണ്യ അവിടെ കല്യാണം കഴിക്കണം. വിഷമം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ? എന്നാ അവിടെ അല്ല, അവിടെ ചേട്ടന്റെ. ഇവിടെ കോമഡി എന്താണെന്നറിയും? അത് ഒളിച്ചോട്ടോ. അത് ഒരു ക്രിസ്ത്യാനി പെണ്ണിന്. മോനെ, ആമ്പിള്ളേര് സ്വന്തം കാര്യം വന്നപ്പോ ഡീൽ ചെയ്യുന്ന കണ്ടോ? ശരി, നീ വെച്ചോ, ഞാൻ വിളിക്കാം. മതി. ശരി. ചേട്ടനോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന്. ഇതൊന്ന് പിടിച്ചാൽ മുണ്ടഴിഞ്ഞു പോയി. അതെ, ഞാൻ വന്നെന്ന് പറഞ്ഞാൽ മൂത്ത സഖാവ് കാണാൻ പറഞ്ഞു. ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞു. എന്തിന്? അമ്മ അന്ന് ഞാനല്ല, എന്നോട് പറഞ്ഞില്ല. ബന്ധം കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ വരുന്നേ. അല്ല, ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. തേങ്ങ. ഇത് ആലക്കത്തൊരു കല്യാണം ഉണ്ട്. വകയിലൊരു മാമനാ, ഓറ മോളതാ. വളരെ നല്ല ആൾക്കാരാ. കോൺഗ്രസ്സുകാരനാ, ചെറ്റയാ. എന്നെ കല്യാണം വിളിച്ചിട്ടില്ല. ഭയങ്കര വിഷമായി പോയി. അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ, കുറച്ച് നാടൻ പോകാ. പേടിക്കണ്ട, നാടനാ സാറല്ലേ. ഇത് രണ്ടെണ്ണം എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളയണം. എറിയാൻ വരുന്ന രണ്ടെണ്ണം എറിയാൻ വരുന്നില്ല. അപ്പൊ പറഞ്ഞ പോലെ നാളത്തെ കാര്യം മറക്കണ്ടട്ടാ. ഓക്കെ. ഓന്റെ സാമ്പാർ ഞാനിന്ന് ബോംബാറാക്കും. വിളിക്കുന്ന അയ്യപ്പദാസ് ഇരിക്കി. ഇരിക്കടോ. അതെ, മരുന്നെടുത്തിട്ടുണ്ട്. ഞാൻ മോളെ കൊണ്ടാക്കിട്ട് പെട്ടെന്ന് വരാം. ഇയാൾ ഇരിക്കുന്നില്ലേ? അതോ ഇന്നലത്തെ പോലെ ഇറങ്ങി ഓടൂ? കുറച്ചു നേരത്തേക്ക് ആരെയും ഇങ്ങോട്ട് കടത്തിവിടണ്ടെന്ന് ഫിറോസിനോട് പറഞ്ഞേക്ക്. കൂട്ടുകാരൻ പോലീസൊക്കെ എന്ത് പറയുന്നു? സുഖം. അപ്പൊ ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് കയറല്ലേ? സർ. അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല, കൂടെ ഒരാളുണ്ട്. എപ്പോഴും കൂടെ ഉള്ള ആള് തന്നെ. ഭയം, പേടി. ശരിയല്ലേ? ഈ ലോകത്തെ ഏറ്റവും മോശം വാക്കാന്നിടോ അത്. അതുകൊണ്ട് ഭീരുവാകരുത്. ഭീരുവായ ആണ് ഒരു തെറ്റുകൂടിയാണ്.
പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും. മനസ്സിലായോ? അതുകൊണ്ട് ഈ നിമിഷം മുതൽ ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം. എന്താ